മോർണിംഗ് ടു ഡിയർ സ്റ്റുഡൻസ്. നിങ്ങൾ പ്ലസ് വണ്ണിലേക്ക് തുടങ്ങുകയാണ്. അപ്പം അതായത് 10th എക്സാംസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൽ ഞാനിവിടെ നിന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് ബോട്ടണി എന്ന് പറയുന്ന സബ്ജക്റ്റ് എടുക്കാനായിട്ടാണ്. അപ്പോൾ എൻ്റെ പേര് വിദ്യ എന്നാണ്. ഇപ്പോൾ ബോട്ടണി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു പുതിയ സബ്ജക്റ്റിലേക്കായി മാറുന്ന പോലെ തോന്നാം. കാരണം 10th വരെ നിങ്ങൾ സയൻസ് അല്ലെങ്കിൽ ബയോളജി എന്നാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ബയോളജിയിൽ നിന്നും വേറിട്ട് അല്ലെങ്കിൽ നമ്മൾ 2 ബ്രാഞ്ചസുകളായിട്ടാണ് ഇനി അങ്ങോട്ട് പ്ലസ് 1ഉം പ്ലസ് 2ലേക്ക് പഠിക്കുന്നത്. അപ്പോൾ പ്ലസ് 1ലും പ്ലസ് 2ലേക്കും ബയോളജി എന്നല്ല ബോട്ടണി ആൻഡ് സുവോളജി എന്നായിരിക്കും നിങ്ങൾ പഠിക്കുക. അപ്പോൾ ബയോളജിയിൽ തന്നെ 2 ബ്രാഞ്ചാണുള്ളത്. അപ്പോൾ ബോട്ടണി എന്ന് പറയുന്നത് ശരിക്കും ആരെക്കുറിച്ച് ഡീൽ ചെയ്യുന്നതാണ്? എപ്പോഴും പ്ലാന്റ്സിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നതാണ് ബോട്ടണി. ഇപ്പോൾ സുവോളജി കൂടുതലും എന്തായിരിക്കും? സുവോളജി മീൻസ് ആനിമൽസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡി ആയിരിക്കും. അപ്പം നമ്മളിവിടെ ഞാൻ എടുക്കുന്നത് പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡി, അതായത് ബോട്ടണി ആയിരിക്കും പഠിപ്പിക്കുക. അപ്പം ആദ്യം ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമാണ്. നമുക്ക് ശരിക്കും നിങ്ങൾ കയറി വരുന്നതേ ഉള്ളൂ അതിലേക്ക്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ പ്ലസ് 1ലേക്ക് പഠിക്കേണ്ടുന്നത്, എത്ര ചാപ്റ്ററുകളുണ്ട്, ഓരോ ചാപ്റ്റേഴ്സിലും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള ഒരു ജസ്റ്റ് ഒരു ഐഡിയ മാത്രം, ഒരു എന്തൊക്കെയാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇവിടെ. അപ്പോൾ ശരിക്കും നമ്മുടെ പ്ലസ് 1 എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ 8th മുതൽ പഠിച്ച 8th, 9th, 10th എന്നുള്ളത് തന്നെയാണ് ശരിക്കും അതിൻ്റെ ബേസ്. അവിടെ എന്താണോ പഠിച്ചത് നിങ്ങൾ 8th-ലായാലും 9th-ലായാലും 10th-ലായാലും ആ പഠിച്ച ബേസിൻ്റെ കുറച്ചുകൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പഠിക്കുന്നത് മാത്രമാണ് പ്ലസ് 1ലുള്ളത്. അപ്പോൾ ശരിക്കും പ്ലസ് 1ൽ തുടങ്ങുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അത് ബേസ് ആയിരിക്കും. അപ്പോൾ ആ ബേസിൽ തന്നെ കുറച്ചുകൂടി ആ 8th, 9th, 10th കഴിഞ്ഞ് വരുന്ന ആ ഒരു കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതായിരിക്കും നമുക്ക് എവിടെ പഠിക്കാനുള്ളത്? പ്ലസ് 1. ശരിക്കും നിങ്ങളെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള തന്നെയാണ് ഇതെല്ലാം. ഏത് ചാപ്റ്ററിൽ ഏത് അറിഞ്ഞാലും അല്ലെങ്കിൽ ഏത് പഠിപ്പിച്ചാലും നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എവിടെയോ 8th-ലോ 9th-ലോ 10th-ലോ എവിടെയൊക്കെയോ കണ്ടിട്ടുള്ള ചില പോർഷൻസ് തന്നെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ അതിൽ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ, കുറച്ചുകൂടി ആഴത്തിലിറങ്ങി പഠിക്കുന്നതെന്ന് മാത്രമാണ്. അപ്പോൾ അത് വലിയ വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമ്മളെപ്പോഴും അങ്ങനെയാണ്, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആഴത്തിലേക്ക് ഇറങ്ങി വേണം പഠിക്കാൻ. ഈസിയാണ്, അതനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഈസി ആക്കി തരാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എത്ര ചാപ്റ്ററുകളുണ്ടെന്ന് നോക്കാം. പ്ലസ് 1ൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ടോട്ടൽ 11 ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് ബോട്ടണിയെ കുറിച്ചിട്ടാണ്. ബോട്ടണി ആയാലും സുവോളജി ആയാലും 11, അങ്ങനെ 22 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള. രണ്ടും രണ്ടായിട്ട് കാറ്റഗറി ചെയ്തിട്ടാണ് പഠിക്കാനുള്ളത്, ബോട്ടണിയും സുവോളജി. അപ്പോൾ ബോട്ടണിയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ബോട്ടണിയിൽ 11 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പേര് പറയുന്ന ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഫസ്റ്റ് വൺ ഈസ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഓർഗാനിസംസ്, ബയോ മീൻസ് ലൈഫ് എന്നാണ് അർത്ഥം. അപ്പം ലിവിങ് ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ശരിക്കും ആദ്യത്തെ ചാപ്റ്റർ ഞാൻ തുടങ്ങുന്നതും ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് ഓരോ ചാപ്റ്ററിനകത്തും എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, ബയോ മീൻസ് ലൈഫ് എന്നാണ് അർത്ഥം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ, വൈ വി നീഡ് ടു ക്ലാസിഫൈ ഓർഗാനിസംസ്. എന്തിനാ ഓർഗാനിസത്തിനെ നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്? അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ ഹ്യൂമൻസ് മാത്രമല്ല, പലതരത്തിലുള്ള ഓർഗാനിസം നമ്മുടെ എൻവയോൺമെൻറ്റിലുണ്ട് അല്ലേ? അപ്പോൾ ഈവൻ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ സാധിക്കുന്നതും അത് നേക്കഡ് ഐ കൊണ്ട് കാണാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള ഓർഗാനിസംസ് ഉണ്ട്. നമ്മുടെ ഹ്യൂമൻസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചുരുങ്ങിയ ലൈഫ് സ്പാനിലൂടെ നമുക്ക് ഇവരെ എല്ലാവരെയും മനസ്സിലാക്കി എടുക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഓരോന്നിൻ്റെ തന്നെ വിഭാഗത്തെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം മാംഗോ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മാങ്ങയിൽ തന്നെ പല തരത്തിലുള്ള വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ ഒരു മാംഗോ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിനൊരു സ്ട്രക്ചർ, അതിന് ടേസ്റ്റ് ഉണ്ടാവും, ഇന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ ഈ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് പഠിക്കാനായിട്ട് നമ്മുടെ ഈ ചുരുങ്ങിയ ലൈഫ് സ്പാൻ ഒന്നിനും തികയാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സയൻറ്റിസ്റ്റുകൾ പണ്ട് കാലം മുതൽക്കേ ഓർഗാനിസത്തെ ഒന്ന് ക്ലാസിഫൈ, ഒന്ന് അടുക്കി പറക്കി വയ്ക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ശരിക്കും ഏത് ചാപ്റ്ററിനകത്ത് വരിക? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ.
അപ്പോൾ ക്ലാസിഫിക്കേഷനിൽ ഞാൻ പറഞ്ഞു മൈക്രോസ്കോപ്പിക് തൊട്ട്, അതായത് മൈന്യൂട്ട് ആയിട്ടുള്ള ഓർഗാനിസംസ് തൊട്ട് ഈവൻ ഹൈ സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്ന മനുഷ്യൻ, ഹ്യൂമൻസിൽ വരെ എത്തി നിൽക്കുന്ന ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക എന്ന് തന്നെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ പണ്ട് തൊട്ടേ നമ്മുടെ ഫാദർ എന്നറിയപ്പെടുന്ന ബയോളജിയുടെ അരിസ്റ്റോട്ടിൽ മുതൽക്ക്, ആ സയന്റിസ്റ്റ് മുതൽക്ക് എന്ത് ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങിയിരുന്നു? ഓർഗാനിസത്തിനെ ഒന്ന് ക്ലാസിഫൈ, ഒന്ന് അടുക്കി പറക്കി വെക്കാൻ ശ്രമിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? വൈ വി നീഡ് ടു ക്ലാസിഫൈ ഓർഗാനിസംസ്? ഫോർ അവർ സിംപ്ലിസിറ്റി, നമ്മുടെ എളുപ്പത്തിനാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഓർഗാനിസത്തിനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അടിസ്ഥാനം, ശരിക്കും ആ ബേസ് ഇവിടെ തൊട്ടാണല്ലോ ശരിക്കും തുടങ്ങേണ്ടുന്നത്. എങ്ങനെയുള്ള ഓർഗാനിസംസ് ഉണ്ട്, ഏത് രീതിയിലാണ് അവരെ എങ്ങനെയായിട്ട് നമ്മൾ വേർതിരിച്ചിരിക്കുന്നത് എന്നൊക്കെയാണല്ലോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററും ആ ഒരു അടിസ്ഥാനം തന്നെയാണ് തുടങ്ങുന്നത്, ദാറ്റ് ഈസ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നും കൂടി പറഞ്ഞുതരാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും വിറ്റേക്കറിൻ്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. 8th 9th 10th എവിടെയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും വിറ്റേക്കറിൻ്റെ ക്ലാസിഫിക്കേഷൻ. ആ ക്ലാസിഫിക്കേഷൻ തന്നെയാണ് ശരിക്കും ഏത് ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യുന്നത്? ഫസ്റ്റ് ചാപ്റ്ററായ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു ഐഡിയ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ? ആ പേരിൽ തന്നെ ഉണ്ട്. ബയോ മീൻസ് ലൈഫ്, ലിവിങ് ഓർഗാനിസത്തെ നമ്മൾ ഒന്ന് ക്ലാസിഫൈ ചെയ്യുന്നു, ശരിക്കും ഒന്ന് അടുക്കി പറക്കി ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു. എന്തിനാണ്? വൈ വി നീഡ് ടു ക്ലാസിഫൈ ഓർഗാനിസം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ മനസ്സിലായി. ഫോർ അവർ സിംപ്ലിസിറ്റി, നമ്മുടെ എളുപ്പത്തിൽ, നമ്മുടെ ഈ ചുരുങ്ങിയ ലൈഫ് സ്പാനിൽ നമുക്ക് എല്ലാവരെയും ഓരോരുത്തരെയായിട്ട്, ബാക്ടീരിയ പലതരത്തിലുണ്ട്, ഇപ്പോൾ വൈറസ് പലതരത്തിലുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായി. അപ്പോൾ പല മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഓരോരുത്തരെയും നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് പഠിക്കാൻ നമുക്ക് സാധിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സിംപ്ലിസിറ്റി, നമ്മുടെ എളുപ്പത്തിന് നമ്മുടെ സയൻറ്റിസ്റ്റുകൾ, നമ്മുടെ ഫാദർ തന്നെ ബയോളജിയുടെ അരിസ്റ്റോട്ടിൽ, അദ്ദേഹം തന്നെ സ്റ്റാർട്ട് ചെയ്തു ഓർഗാനിസത്തിനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാൻ. അപ്പോൾ ആരൊക്കെ അതിന് ശ്രമിച്ചു, അവരുടെ പോരായ്മകൾ എന്തായിരുന്നു? അപ്പോൾ ആദ്യമായിട്ടാകുമ്പോൾ പലതരത്തിലുള്ള പോരായ്മകളുണ്ട്. അപ്പോൾ ആ പോരായ്മകളിലൊക്കെ മാറ്റിയിട്ടായിരിക്കും മറ്റൊരാൾ അടുത്തതിനെ ഓർഗനൈസ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ ആരൊക്കെ ഓർഗനൈസ് ചെയ്യാൻ ശ്രമിച്ചു, ഏത് രീതികളിലാണ് ഓർഗനൈസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആ ചാപ്റ്ററിനകത്ത് വരിക. അതുകൂടാതെ ഒരു ചെറിയൊരു ഹെഡിങ് ആയിട്ട് വൈറസിനെ കൂടി ആ ചാപ്റ്ററിനകത്ത് പഠിക്കാറുണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ, എങ്ങനെയൊക്കെ ഓർഗാനിസത്തിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, ഓർഗനൈസ് ചെയ്ത് വെക്കാം, നമ്മുടെ എളുപ്പത്തിന് എങ്ങനെയൊക്കെ സയൻറ്റിസ്റ്റ് അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അതിൽ തന്നെ നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടുന്നത് ആരുടെ ക്ലാസിഫിക്കേഷൻ തന്നെയാണ്? വിറ്റേക്കറുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. വിറ്റേക്കറുടെ എത്ര കിങ്ഡമാണ്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ പഠിക്കാം. ഇനി നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്ററാണ് പ്ലാന്റ് കിങ്ഡം. ആ പേര് തന്നെ മനസ്സിലായി, അത് ആരെ കുറിച്ചിട്ടായിരിക്കും പഠിക്കേണ്ടുന്നത്? പ്ലാന്റ്സ്. അപ്പോൾ ഓരോ ഓർഗാനിസത്തിനെ കാറ്റഗറൈസ് ചെയ്യുന്നതായിരിക്കും ജനറൽ ആയിട്ടുള്ള ചാപ്റ്റർ ആയിരിക്കും ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ആ ജനറൽ കഴിഞ്ഞ് ശരിക്കും പ്ലാന്റ്സിനെ മാത്രമായിട്ട് ഓർഗനൈസ് ചെയ്യുന്നതായിരിക്കും ഏത് ചാപ്റ്റർ? അപ്പോൾ പ്ലാന്റ് കിങ്ഡം. അനിമൽസിനെ മാത്രമായിട്ട് സുവോളജിയിൽ അനിമൽ കിങ്ഡം എന്ന് പറഞ്ഞും പഠിക്കും. അപ്പോൾ പ്ലാന്റ്സിൻ്റെ ആയതുകൊണ്ട് നമുക്കിവിടെ എന്ത് പേര് നൽകാം? പ്ലാന്റ് കിങ്ഡം. അപ്പോൾ അതിൽ തന്നെ നമുക്കറിയാം 2 തരത്തിലുള്ള പ്ലാന്റുകളുണ്ട്, ഫ്ലവറിങ്ങും നോൺ ഫ്ലവറിങ്ങും ഒക്കെ ഉണ്ട്. അത് ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ക്രിപ്റ്റോഗംസ് എന്നോ ഫെനറോഗംസ് എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ് ഇങ്ങനെയുള്ള പേരുകളിലൊക്കെ നമുക്ക് പല രീതികളിൽ ഇവരെ വേർതിരിക്കാറുണ്ട്. അതായത് ഇപ്പോൾ മനസ്സിലാവണമെന്നില്ല, ആ ചാപ്റ്റർ വരുമ്പോൾ ആ ചാർട്ടാക്കി ശരിക്കും അത് പറഞ്ഞ് മനസ്സിലാക്കി തരും. എങ്ങനെയുള്ള പ്ലാന്റ്സുകളാണ്, ഫ്ലവർ ചെയ്യുന്നതാണോ, ഫ്ലവർ ചെയ്യാത്തതാണോ, സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ, പ്രൊഡ്യൂസ് ചെയ്യാത്തതാണോ എന്നുള്ള ബേസിസിൽ നമുക്ക് പ്ലാന്റ്സിനെയും പല രീതികളിൽ വേർതിരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ജനറൽ ക്ലാസിഫിക്കേഷൻ ആയിരിക്കും എവിടെ സ്പെസിഫൈ ചെയ്ത് വരുന്നത്? പ്ലാന്റ് കിങ്ഡം. അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ജനറൽ, മൈക്രോസ്കോപ്പിക് തൊട്ട് ഈവൻ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ സുപ്പീരിയർ ആയിട്ടുള്ള ഹ്യൂമൻസ് വരെ ഉള്ളതിനെ എങ്ങനെ അടുക്കി പറക്കി ഓർഗനൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പഠിക്കേണ്ടത്. അത് കഴിഞ്ഞ് പ്ലാന്റ് കിങ്ഡത്തിലേക്ക് വരുമ്പോൾ എന്താ പഠിക്കേണ്ടത്? നമ്മൾ പഠിക്കുന്ന ബോട്ടണിയാണ്. അതായത് പ്ലാന്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡി ആയതുകൊണ്ട് പ്ലാന്റ്സിനെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, ഏത് തരത്തിലുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകത എന്നുള്ളതൊക്കെ ആയിരിക്കും ഇവിടെ വരിക? പ്ലാന്റ് കിങ്ഡം.
നെക്സ്റ്റ് തേർഡ് ചാപ്റ്ററിലേക്ക് പോവാണ്, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പോൾ നമുക്ക് ആരെക്കുറിച്ച് ആയിരിക്കണം ഇനി പഠിക്കേണ്ടത് അങ്ങോട്ടെല്ലാം? ഒരു ടിപ്പിക്കൽ ഫ്ലവറിംഗ് പ്ലാന്റ്, നമ്മുടെ വീട്ടിലുള്ള ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിലുകളാണ് ഇനി അങ്ങോട്ടെല്ലാം പഠിച്ചു വരുന്നത്. അപ്പോൾ ആദ്യം എങ്ങനെ ഓർഗനൈസ് ചെയ്തു, ആ ഓർഗനൈസ് ചെയ്തതിൽ തന്നെ പ്ലാന്റ്സിനെ എങ്ങനെ വേർതിരിച്ചിരിക്കുന്നു. അടുത്ത നമ്മൾ പഠിക്കുന്നത് ഒരു ടിപ്പിക്കൽ ഫ്ലവറിംഗ് പ്ലാന്റ്, ഒരു പൂക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്, അവരെ ആൻജിയോസ്പേംസ് എന്നായിരിക്കും നമ്മൾ വിളിക്കുക. ആ പ്ലാന്റ്സിന്റെ സവിശേഷതകളായിരിക്കും അടുത്ത പഠിക്കുക. അപ്പോൾ അതിൽ പേരിൽ തന്നെ ഉണ്ട് മോർഫോളജി. വാട്ട് യു മീൻ ബൈ മോർഫോളജി? ദ എക്സ്റ്റേണൽ ഫീച്ചർ ഓഫ് ആൻ ഓർഗാനിസം ഈസ് സെഡ് ടു ബി മോർഫോളജി. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പുറമേ നോക്കുമ്പോഴത്തേക്കും ഫെയർ ആണോ, എങ്ങനെയാണ് നമ്മൾ ഒരാളെ കാണുമ്പോൾ നോക്കും, അല്ലെങ്കിൽ പ്ലാന്റ്സിനെ കാണുമ്പോൾ നോക്കും, ആ പൊക്കം ഉള്ളതാണോ അല്ലാത്തതാണോ, അല്ലെങ്കിൽ ഫ്ലവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ വിട്ട് സൈസ് കൂടുതലുള്ളതാണോ കുറവാണോ, ബ്രാഞ്ചസ് ഉണ്ടോ, ഇതൊക്കെ നമുക്ക് പുറമേ നോക്കുമ്പോൾ മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ. അതായത് പുറമേ നമ്മൾ ഒരാളെ കാണുമ്പോൾ പുറമേ എന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് മനസ്സിലാക്കാം, ആ പുറമേ ഉള്ള ഫീച്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് മോർഫോളജി. What do you mean by morphology? The external feature of an organism is said to be morphology. അപ്പോൾ ഒരു പ്ലാന്റിന്റെ എക്സ്റ്റേണൽ ഫീച്ചർ ആയിരിക്കും പഠിക്കുക. അപ്പോൾ എന്തൊക്കെയായിരിക്കും അതിനകത്ത് പഠിക്കേണ്ടി വരിക? ഒരു പ്ലാന്റ് എടുത്ത് നമ്മൾ എന്തൊക്കെയായിരിക്കും അതിൽ വരയ്ക്കുമ്പോൾ തന്നെ ചെയ്യുന്നത്? റൂട്ട് കൊടുക്കും, അതിന് സ്റ്റെം കൊടുക്കും, ബ്രാഞ്ചസ് കൊടുക്കും, അതിൽ ലീഫ് കൊടുക്കും, അതിൽ ഫ്ലവർ കൊടുക്കും, ബഡ് ചെറിയ മുട്ടുകൾ കൊടുക്കും. ഇതെല്ലാം നമ്മൾ ആരും കൊടുക്കുന്നതാണ്? ഒരു ടിപ്പിക്കൽ ഒരു പ്ലാന്റിനെ നമ്മൾ വരച്ചാൽ തന്നെ കൊടുക്കുന്ന പാർട്സ്. ഇതെല്ലാം നമുക്ക് പുറമേ കാണുന്ന ഭാഗങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇവരുടെ അറേഞ്ച്മെന്റ് എത്രയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതൊക്കെ ആയിരിക്കും ഏത് ചാപ്റ്ററിനകത്ത് വരിക? മോർഫോളജി. അപ്പോൾ മോർഫോളജി എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഫസ്റ്റ് നമ്മൾ എന്താണ് ഫ്ലവറിംഗ് പ്ലാന്റ് എന്നാണ് പഠിച്ചത്. അപ്പോൾ പ്ലാന്റ് കിങ്ഡത്തിൽ നിങ്ങൾക്ക് അറിയാം, ഞാനൊരു ഇൻട്രോ പറഞ്ഞു തന്നിരുന്നു. അതിൽ തന്നെ ഫ്ലവർ ചെയ്യുന്നതുണ്ടാകാം, ഫ്ലവർ ചെയ്യാത്തതുണ്ടാകാം. ഫ്ലവർ ചെയ്യുന്നതായിരിക്കണം കുറച്ചുകൂടി സുപ്പീരിയർ ആയിട്ടുള്ള പ്ലാന്റ്സ് എന്ന് പറയും. അവരെ നമുക്ക് ആൻജിയോസ്പേംസ് എന്നായിരിക്കും വിളിക്കുക. അപ്പോൾ ഇനി നമുക്ക് ആരെയായിരിക്കും പഠിച്ചു വരേണ്ടുന്നത്? ആൻജിയോസ്പേംസ് അല്ലെങ്കിൽ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സിനെ കുറിച്ചായിരിക്കണം നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരിക. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് പഠിക്കാം? ആ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റിന്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് പഠിക്കാം. പുറമേ കാണുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നായിരിക്കണം ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ മോർഫോളജി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ദ സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് മോർഫോളജി എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് പഠിക്കേണ്ടി വരിക? ഞാൻ പറഞ്ഞു ഒരു ടിപ്പിക്കൽ ഒരു ഫ്ലവർ നമ്മൾ ഒരു പ്ലാന്റിനെ നമ്മൾ വരയ്ക്കുമ്പോൾ എന്തൊക്കെയാ വരയ്ക്കുക? അതിനകത്ത് റൂട്ട്, സ്റ്റെം, ലീഫ്, ഫ്ലവർ, ബഡ്സ്, ഇതിനെയൊക്കെ കുറിച്ചിട്ടായിരിക്കും ഇവിടെ പഠിക്കാനുള്ളത് മോർഫോളജി. നെക്സ്റ്റ് കംസ് ടു ദ ഫോർത്ത് ചാപ്റ്റർ, അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. എല്ലാ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് അനാറ്റമി? അനാറ്റമി എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? ദ ഇന്റേണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓർഗാനിസം അല്ലെങ്കിൽ ദ ഇന്റേണൽ ഫീച്ചർ ഓഫ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസം നമ്മുടെ ബോഡിയുടെ അകത്ത് എന്താണ് എന്നുള്ളതാണ് ശരിക്കും എന്തെന്ന് ഉദ്ദേശിക്കുന്നത് അനാറ്റമി. അനാറ്റമിക്കൽ സെക്ഷൻ എന്ന് പറയുമ്പോഴേ അറിയാം, ഒരു ഡിസെക്ഷൻ നമ്മളെ ബോഡി ഒന്ന് കീറിക്കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അകത്ത് കാണാൻ സാധിക്കുക. ഇതിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അനാറ്റമി എന്ന് വിളിക്കുക. അപ്പോൾ മോർഫോളജി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ, അനാറ്റമി എന്ന് പറഞ്ഞാൽ ഇന്റേണൽ. ആ ഡെഫിനിഷൻ തന്നെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ദ ഇന്റേണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ഇന്റേണൽ ഫീച്ചർ ഓഫ് ആൻ ഓർഗാനിസം ഈസ് സെഡ് ടു ബി അനാറ്റമി. നമ്മളെ പോലെ തന്നെ പ്ലാന്റ്സിനും ഉണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ. അത് പ്ലാന്റ്സിനെ പുറമേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മോർഫോളജിയിൽ, റൂട്ട്, സ്റ്റെം, ലീഫ് എല്ലാം. ഇനി പ്ലാന്റിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ, അതിനകത്ത് എന്തൊക്കെയാ കാണപ്പെടുന്നത്? ഏതൊരു ഓർഗാനിസത്തിന്റെയും ബേസ് എന്ന് പറയുന്നത് സെല്ല് തന്നെയാണ്. അപ്പൊ അതിനകത്ത് ആ ഒന്ന് കീറി നോക്കിയാൽ എന്തൊക്കെയാണ് കാണാൻ സാധിക്കുക? ആ ഇന്റേണൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പഠിക്കുന്നതായിരിക്കും ശരിക്കും അനാറ്റമി എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയായാലും കീറി നമ്മൾ ഡിസെക്ട് ചെയ്ത് പഠിക്കുന്നത് എന്ത് തന്നെയാണ്? അനാറ്റമി തന്നെയാണ്. അതേപോലെ പ്ലാന്റ്സിനെ നമ്മൾ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതിനെയാണ് അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പഠിക്കേണ്ടത്. അത് സെല്ലും കൂടെ പഠിച്ചാലേ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞാലേ കുറച്ച് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇത്രയും വരെയുള്ള എന്താ പറഞ്ഞ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ശരിക്കും +1 ചാപ്റ്റേഴ്സ് പോകുന്നത്. അപ്പോൾ ശരിക്കും പഠിക്കാനും ഇൻട്രസ്റ്റ് ആയിരിക്കും. ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകുന്നതുകൊണ്ട് അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഏതൊക്കെ ഓർഗാനിസംസ് ആണ്,
ആ ഓർഗാനിസത്തിനെ എല്ലാവരെയും ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ചാപ്റ്റർ. സോ അതുകൊണ്ട് പേര് നൽകി ബയോളജിക്കൽ. എല്ലാ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസത്തെ നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്തു. അപ്പോൾ പല സയൻറ്റിസ്റ്റുകളും അത് ഓർഗനൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് പഠിക്കേണ്ടുന്നത് വിറ്റേക്കറിൻ്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. സെക്കൻഡ് ചാപ്റ്റർ ഇസ് പ്ലാന്റ് കിങ്ഡം. ശരിക്കും ബോട്ടണിയിലേക്ക് കടക്കുകയാണ്. പ്ലാന്റ് കിങ്ഡം തൊട്ടാണ് ശരിക്കും ബോട്ടണി വരുന്നത്. അവിടെ ആ പ്ലാന്റ് കിങ്ഡത്തിൽ നമ്മൾ അവിടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നിർത്തിവെച്ചത് അത് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും. ആ പ്ലാന്റ്സിനെ ഏതൊക്കെ തരത്തിലുള്ള പ്ലാന്റ്, ഫ്ലവർ ചെയ്യുന്നതുണ്ടോ, ഫ്ലവർ ചെയ്യാത്തതുണ്ടോ, സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുണ്ടോ, പ്രൊഡ്യൂസ് ചെയ്യാത്തതുണ്ടോ, അങ്ങനെയൊക്കെ വേർതിരിച്ച് ഓർഗനൈസ് ചെയ്യുന്ന ചാപ്റ്ററാണ് പ്ലാന്റ് കിങ്ഡം. അതിൽ തന്നെ സുപ്പീരിയർ ആയിട്ടുള്ളതായിരിക്കും നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സ്. അവരെ ആൻജിയോസ്പേംസ് എന്ന് വിളിക്കും. ഇനി അങ്ങോട്ട് അവരുടെ എന്തൊക്കെ പ്രത്യേകതകൾ എന്നാണ് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് തന്നെ മോർഫോളജി എന്നാണ്. അപ്പോൾ മോർഫോളജി എന്ന് പറഞ്ഞാൽ എന്താ? ദ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചറിനെയാണ് നമ്മൾ ശരിക്കും എന്ത് വിളിക്കുക? മോർഫോളജി എന്ന് വിളിക്കുക. അപ്പോൾ പുറമെ എന്തൊക്കെ കാണാം? അപ്പോൾ അവിടെ റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, ഫ്ലവർ, ബഡ്, ഇതൊക്കെ ആയിരിക്കും നമ്മളവിടെ പഠിക്കുക മോർഫോളജി. എന്നാൽ ഒന്ന് ഡിസെക്ട് ചെയ്യുമ്പോൾ ആ പ്ലാന്റിനെ ഒന്ന് മുറിച്ചു നോക്കുമ്പോൾ അകത്ത് എന്തൊക്കെയാണ് കാണുന്നത്? ഇന്റേണൽ ഫീച്ചേഴ്സ് എന്താണ്? ആ ഇന്റേണൽ ഫീച്ചേഴ്സിനെയാണ് നമ്മൾ അനാറ്റമി. അപ്പോൾ ക്ലാസിഫിക്കേഷൻ, പുറമേയുള്ള ഫീച്ചേഴ്സ് മോർഫോളജി, അകമേയുള്ള ഫീച്ചേഴ്സ് അനാറ്റമി. ഇനി അകത്ത് തന്നെ എന്താ കാണുന്നത്? ശരിക്കും എന്താ കാണുന്നത് അകത്ത്? സെൽ. സെൽ ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ഏതൊരു ഓർഗാനിസം, അത് പ്ലാന്റ്സ് ആയിക്കൊള്ളട്ടെ, ആനിമൽസ് ആയിക്കൊള്ളട്ടെ, എല്ലാവരുടെയും ഇന്റേണൽ കോൺസ്റ്റിറ്റ്യൂഷൻ, അനാറ്റമി എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ബേസിക് യൂണിറ്റ് തന്നെയാണ്. നമ്മളെല്ലാം എന്തുകൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്? സെല്ലുകൾ കൊണ്ട്. സെല്ല് കൊണ്ടാണ് നമ്മുടെ എൻറ്റയർ ബോഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പോലും. അപ്പോൾ ആ സെൽ എന്താണെന്നുള്ളതാണ് ശരിക്കും അടുത്ത ചാപ്റ്റർ. ആ സെല്ലിൻ്റെ ഓർഗനൈസേഷൻ, ശരിക്കും ആ ഓർഗനൈസേഷൻ ആണ് അനാറ്റമിയിൽ നമുക്ക് പഠിക്കാറുള്ളത്. അപ്പോൾ സെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതാണ് അടുത്ത ചാപ്റ്റർ. അതിപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷന് തരുന്നതായിരിക്കും. നെക്സ്റ്റ് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. അതിൽ പഠിക്കാനുള്ള ഇത്രയേ ഉള്ളൂ. നമ്മൾ എല്ലാവരും ഒറ്റ സെല്ലുള്ളവരല്ല. ഒറ്റ സെല്ലുള്ള ഓർഗാനിസംസും ഉണ്ട്, ഒരുപാട് സെല്ലുള്ളവരുമുണ്ട്. അവരെ നമുക്ക് യൂണി സെല്ലുലാർ എന്നും ഒരുപാട് സെല്ലുള്ളവരെ നമുക്ക് മൾട്ടി സെല്ലുലാർ എന്നും വിളിക്കാം. അങ്ങനെ ഒരുപാട് സെല്ല്, ഒരു സെല്ലിൽ നിന്ന് എങ്ങനെയാണ് ഒരുപാട് സെല്ലുകൾ ഉണ്ടാകുന്നത്? അത് നിങ്ങൾക്കറിയാം. സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസത്തിലൂടെയാണ് ഒരു സെല്ലിൽ നിന്നും ഒരുപാട് സെല്ലുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിൽ ഡിവൈഡ് ചെയ്യാം എന്നുള്ളതാണ് ശരിക്കും ഏത് ചാപ്റ്ററിനകത്ത് വരിക? സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. അത് സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് എന്തെല്ലാം പ്രിപ്പറേഷൻ നടത്തുന്നു അതാണ് സെൽ സൈക്കിൾ. അതിനുശേഷം അത് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് സെൽ ഡിവിഷൻ. അങ്ങനെ ഡിവിഷൻ വഴി സെല്ലുകളുടെ എണ്ണം കൂടുന്നു. അങ്ങനെയാണ് ശരിക്കും മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യുന്നത്. അതാണ് ശരിക്കും ഏത് ചാപ്റ്ററിനകത്ത് വരുന്നത്? മെക്കാനിസം മാത്രമേ ഉള്ളൂ അതിനകത്ത്. സെൽ ഡിവിഷൻ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, അതിനു മുമ്പുള്ള പ്രിപ്പറേഷൻ എന്താണെന്ന് മാത്രം. നെക്സ്റ്റ്, ഇതോടെ ഒരു ബേസിക് സ്ട്രക്ചറാണ് അവിടെ കഴിഞ്ഞ്. ശരിക്കും സ്ട്രക്ചറൽ ആണെന്ന് നമുക്ക് പറയാം. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആണ് ശരിക്കും ഈ സെല്ലും അല്ലെങ്കിൽ സെൽ ഡിവിഷനും എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ മോർഫോളജി, അനാറ്റമി, ഇതൊക്കെ ഒരു ഓർഗനൈസേഷൻ മാത്രം. ഇനി ഫംഗ്ഷൻ ആണ്. ഒരു പ്ലാന്റ്സിൻ്റെ ഫംഗ്ഷനെ കുറിച്ചിട്ടാണ് അടുത്ത് പഠിക്കുക. ഫസ്റ്റ് അതിനകത്ത് 7th ചാപ്റ്ററാണ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾ ശരിക്കും ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വാസ്കുലാർ ബണ്ടിൽ എന്നോ അല്ലെങ്കിൽ വാസ്കുലാർ ടിഷ്യൂസ് എന്നോ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. അതായത് സൈലവും ഫ്ലോയും നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. സൈലം വാട്ടർ മിനറൽസും ട്രാൻസ്പോർട്ട് ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട്. ഫ്ലോയും ഫുഡ് മെറ്റീരിയൽസും ട്രാൻസ്പോർട്ട് ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സൈലം എങ്ങനെ വാട്ടറിനെയും മിനറൽസിനെയും കൊണ്ടുപോകുന്നു, ഫുഡ് എങ്ങനെയാണ് കൊണ്ടുപോവുക, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പ്ലാന്റ്സിൽ എങ്ങനെയാണ് ഈ ഫുഡ് റൂട്ടിലും സ്റ്റെമ്മിലും ലീഫിലും ഫ്ലവറിലും ബഡിലും ഒക്കെ എത്തുന്നത്, എങ്ങനെയാണ് ശരിക്കും ഈ ഫുഡ് എന്ന് പറയുന്നത്? നമുക്കറിയാം കിച്ചൺ ഓഫ് ദ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ലീവ്സ് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ഈ ഫുഡെല്ലാം ട്രാൻസ്പോർട്ടേഷൻ നടത്തുക, എങ്ങനെയാണ് വാട്ടർ ആൻഡ് മിനറൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുക? ചുരുക്കം പറഞ്ഞാൽ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഫംഗ്ഷനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ചാപ്റ്ററാണ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, ഡൈജഷനൊക്കെ പഠിക്കുന്നുണ്ട്, അതും സുവോളജി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ്സ് എങ്ങനെയാണ് ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോവുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എവിടെ പഠിക്കാം? ട്രാൻസ്പോർട്ടേഷൻ. നെക്സ്റ്റ് ഈസ് മിനറൽ ന്യൂട്രീഷൻ.
നമുക്ക് വളരാനായിട്ട് മിനറൽസ് വേണം. നമ്മൾ പാല് കുടിക്കും, മിൽക്ക് കുടിക്കും, അല്ലെങ്കിൽ എഗ്, ഇതിനകത്ത് ഒരു പലതരത്തിലുള്ള മിനറൽസ് നമുക്ക് വേണം എന്ന് പറയാം. അപ്പം അതുപോലെ തന്നെ പ്ലാന്റ്സിനും ആവശ്യമാണ് മിനറൽസ്. അവരുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ശരിക്കും എന്താവശ്യമാണ്? മിനറൽസ്. അപ്പം ഏതൊക്കെ തരത്തിലുള്ള മിനറൽസ് ഉണ്ട്, അത് എത്ര അളവ് വേണം, കൂടുതലാണോ കുറവാണോ? നമുക്കായാലും കൂടിയാലും കുഴപ്പമാണ് മിനറൽസ്, കുറഞ്ഞാലും കുഴപ്പമാണ്. അപ്പം ശരിക്കും ഒരു ലെവലിൽ നിൽക്കണം. കൂടുതലും ആകാൻ പാടില്ല, കുറവും ആകാൻ പാടില്ല. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള മിനറൽസ് ആണ് ശരിക്കും അവരുടെ വളർച്ചയ്ക്ക് ആവശ്യം, എത്ര ക്വാണ്ടിറ്റിയാണ് ആവശ്യം എന്നുള്ളതൊക്കെയാണ് ശരിക്കും മിനറൽ ന്യൂട്രീഷനിൽ പഠിക്കുക. അവിടെ ഒരു അഡീഷണൽ ആയിട്ട് ഒരാളെ കൂടി പഠിക്കും, നൈട്രജൻ സൈക്കിൾ എന്നും പഠിക്കും. അതും നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, നൈട്രജൻ സൈക്കിൾ. നെക്സ്റ്റ് ഈസ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നിങ്ങൾ ഡെഫിനിഷൻ പഠിച്ചിട്ടുള്ളതാണ്. പ്ലാന്റ്സ് ഫുഡിനെ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഡെഫിനിഷൻ മാത്രമല്ല, ഇവിടെ ഓരോ കമ്പോണൻസിൻ്റെയും ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും ഇവിടെ പഠിക്കുന്നത്. കുറച്ച് സൈക്കിൾസ് ഒക്കെ വരും, അത് നല്ല രസമാണ് പഠിക്കാൻ തന്നെ. അപ്പോൾ എങ്ങനെയാണ് ചില ഫാക്ടേഴ്സുകൾ അത് സഹായിക്കുന്നത്, നിങ്ങൾ പഠിച്ചു കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ഇതൊക്കെ വേണം, സൺലൈറ്റ് വേണം, ക്ലോറോഫിൽ വേണം, അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നു, ഓക്സിജൻ പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഓരോന്നിൻ്റെയും പ്രത്യേകതകളും അതിനെക്കുറിച്ചിട്ടൊക്കെ ആയിരിക്കും ശരിക്കും എവിടെ വരിക? ഫോട്ടോസിന്തസിസ്. നെക്സ്റ്റ് കംസ് ടു റെസ്പിറേഷൻ. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ശ്വസിക്കുന്നത് അങ്ങനെയല്ല. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, ഫുഡാണ് നമ്മുടെ എനർജി എന്ന് പറയുന്നത്. നമ്മൾ എന്തിനാ ഫുഡ് കഴിക്കുക? ഫുഡിനെ നമ്മൾ എനർജി ഫ്യൂവൽ എന്നാണ് വിളിക്കുക. നമുക്ക് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാൻ നമുക്ക് എനർജി വേണം. ആ എനർജിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കഴിക്കുന്നത്? ശരിക്കും ഫുഡ്. അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ആ ഫുഡിൽ നിന്നും എങ്ങനെയാണ് എനർജി ആയിട്ട് പുറത്തേക്ക് റിലീസ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടായിരിക്കും റെസ്പിറേഷൻ. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രേക്കിംഗ് ഡൗൺ പ്രോസസ്സ്. ശരിക്കും മുറിക്കുന്ന ജോലിയാണ് റെസ്പിറേഷൻ. നമ്മൾ കഴിച്ച ഫുഡിനെ മുറിച്ച് അതിനകത്ത് നിന്നും സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് റെസ്പിറേഷൻ. The process of breaking down of food materials to release their energy is said to be respiration. അതാണ് റെസ്പിറേഷൻ ചാപ്റ്ററിൽ പഠിക്കുക. And the last chapter, plant growth and development. പ്ലാന്റ്സിന് മിനറൽസ് ആവശ്യമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്ലാന്റ്സിന് വളരാൻ ഹോർമോൺസും ആവശ്യമാണ്. അപ്പോൾ ഹോർമോൺസ് നമുക്കും പറയുന്നത് കേട്ടിട്ടുണ്ടാകും, ചില ഹോർമോൺസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ പ്ലാന്റ്സിനും ഹോർമോൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഹോർമോൺസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നതായിരിക്കും ശരിക്കും എന്തെന്ന് പറയുന്നത്? പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഹോർമോൺസിൻ്റെ ഇമ്പോർട്ടൻസ്. അങ്ങനെയാണ് ശരിക്കും +1 11 ചാപ്റ്ററുകളെ വേർതിരിച്ചിരിക്കുന്നത്. അപ്പം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും. അപ്പം ശരിക്കും +1 എന്ന് പറയുന്നത് ബേസ് തന്നെയാണ്, ബയോളജിയുടെ ബേസ് ആണ് പഠിക്കുക. ആ ബേസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അത് സ്റ്റാർട്ടിങ് നടത്തുന്നത്. അപ്പോൾ ഇത് ഏത് സബ്ജക്റ്റാണ്? ശരിക്കും ബോട്ടണി, പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുക. അപ്പോൾ അതിൽ തന്നെ 11 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ? എൻറ്റയർ ലിവിങ് ഓർഗാനിസം. എന്തിനു വേണ്ടി ക്ലാസിഫൈ ചെയ്യുന്നു? ഫോർ അവർ സിംപ്ലിസിറ്റി, നമ്മുടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പോൾ എല്ലാ ഓർഗാനിസത്തെയും, എല്ലാം എന്ന് പറയുമ്പോൾ മൈക്രോസ്കോപ്പിക് തൊട്ട് നേക്കഡ് ആയി കൊണ്ട് കാണാൻ പറ്റുന്ന വരെയുള്ള, ഈവൻ അല്ലെങ്കിൽ പറഞ്ഞാൽ ഹ്യൂമൻസ്, സുപ്പീരിയർ ആയിട്ടുള്ള ഹ്യൂമൻസിനെ വരെ എങ്ങനെ സയൻറ്റിസ്റ്റുകൾ ഓർഗനൈസ് ചെയ്യും ഒന്ന് അടുക്കി പറക്കി വെക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അത് പലരുടെയും ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കും. അതിൽ പഠിക്കാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിറ്റേക്കറുടെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റമായിരിക്കും. സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ എന്തായിരുന്നു? പ്ലാന്റ് കിങ്ഡം. പ്ലാന്റ് കിങ്ഡം എന്ന് പറയുമ്പോൾ ശരിക്കും ബോട്ടണിയിലേക്ക് വരികയാണ്. പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ്. അത് ഫ്ലവർ ചെയ്യുമോ ചെയ്യത്തില്ലയോ, സീഡ് പ്രൊഡ്യൂസ് ചെയ്യുമോ പ്രൊഡ്യൂസ് ചെയ്യത്തില്ലയോ, ആ ബേസിസിലൊക്കെയാണ് നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടൻസ് ആർക്ക് കൊടുക്കണം? ഇനി അങ്ങോട്ടെല്ലാം ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ആൻജിയോസ്പേംസ് എന്ന് വിളിക്കാം. അപ്പോൾ ശരി, ഫ്ലവറിങ് പ്ലാന്റ്സ്. ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ എവിടെ തൊട്ട് തുടങ്ങിയാണ്? നമ്മൾ പുറമേ തൊട്ട് തുടങ്ങിയാണ്. പുറമേ ഉള്ള ഫീച്ചറിനെ മോർഫോളജി. മോർഫോളജി ഈസ് ദ എക്സ്റ്റേണൽ ഫീച്ചർ ഓഫ് ആൻ ഓർഗാനിസം. ഇതാണ് ഡെഫിനിഷൻ. മോർഫോളജി, what do you mean by morphology? The external feature of an organism is said to be morphology. അപ്പോൾ അതിൽ റൂട്ട്, സ്റ്റെം, ലീഫ്, ബഡ് ഇതൊക്കെ ആയിരിക്കും പഠിക്കുക ഫ്ലവറിനെ കുറിച്ചും. അനാറ്റമി എന്ന് പറയുമ്പോൾ ഇന്റേണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് ഡിസെക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, മുറിച്ച് നോക്കിയാൽ നമുക്ക് എന്തൊക്കെ അതിനകത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ് അനാറ്റമി.
അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന ബേസിക് യൂണിറ്റായ സെൽ, അടിസ്ഥാനം. നമ്മൾ തന്നെ ഓരോന്നും സെല്ലുകൾ കൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സെൽ എന്താണ്, സെല്ലിനകത്തുള്ള കമ്പോണൻസ് എന്താണ്, അവരുടെ ഫങ്ഷൻ എന്താണ്, അതാണ് സെൽ എന്ന് പറയുന്ന ചാപ്റ്റർ. ഇനി ഒരു സെല്ല് ഉള്ള ഓർഗാനിസംസ് ഉണ്ട്, യൂണിസെല്ലുലാറും ഉണ്ട്, ഒരുപാട് സെല്ലുള്ളവരുമുണ്ട്. ഒരുപാടുള്ളവരെ നമുക്ക് മൾട്ടി എന്ന് വിളിക്കാം. അപ്പോൾ ഒരു സെല്ലിൽ നിന്നും മറ്റൊരു സെല്ല് ഉണ്ടാകുന്നത് ഏത് പ്രോസസ്സ് വഴിയാണെന്നറിയാം, സെൽ ഡിവിഷൻ. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള സെൽ ഡിവിഷൻ ഉണ്ട്, അതിനു മുമ്പുള്ള പ്രിപ്പറേഷൻ എന്താണ് എന്നൊക്കെ ആയിരിക്കും അടുത്ത ചാപ്റ്ററായ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനിൽ വരും. ഇനി അങ്ങോട്ട് പഠിക്കുന്നത് ഒരു പ്ലാന്റിന്റെ സ്ട്രക്ചർ കഴിഞ്ഞു. ഇനി അവരുടെ ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ ഈസ് സെറ്റ് ടു ബി ഫിസിയോളജി. നമ്മളും നിലനിൽക്കുന്ന നമ്മുടെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ആണ്. അത് അനിമൽസിൽ സുവോളജിയിൽ നിങ്ങൾ പഠിക്കും. പ്ലാന്റ്സിൽ നമുക്ക് പഠിക്കേണ്ടത് ഫസ്റ്റ് വൺ ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ള സൈലോം ഫ്ലോയം തന്നെയാണ്. സൈലോം ഫ്ലോയം ആണ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങൾ എത്തിക്കാൻ സഹായിക്കുന്ന ടിഷ്യൂസ് ആണ് സൈലോം ഫ്ലോയം. സൈലം വാട്ടർ മിനറൽസിനെയും ട്രാൻസ്പോർട്ട് ചെയ്യുമെങ്കിൽ ഫ്ലോയം ആരെയായിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യുക, ഫുഡ് മെറ്റീരിയൽസ്. അത് കഴിഞ്ഞ് മിനറൽസ് വളർച്ചയ്ക്ക് ആവശ്യമുള്ളതാണ്. ഏതൊക്കെ മിനറൽസ് വേണം, അത് എത്ര ക്വാണ്ടിറ്റി വേണം, കൂടിപ്പോയാൽ പ്രശ്നമുണ്ടോ, കുറഞ്ഞു പോയാൽ പ്രശ്നമുണ്ടോ, ഡെഫിഷ്യൻസിയും ടോക്സിസിറ്റിയും. കുറഞ്ഞു പോകുമ്പോൾ ഡെഫിഷ്യൻ, കൂടിയാൽ ദോഷം ടോക്സിസിറ്റി. അതിനെക്കുറിച്ചും നൈട്രജൻ സൈക്കിളുമായിരിക്കും മിനറൽ ന്യൂട്രീഷൻ. അടുത്തത് ഫോട്ടോസിന്തസിസ്. ഫുഡ് എങ്ങനെ സിന്തസൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫോട്ടോസിന്തസിസ്. അതിൽ ഓരോ കമ്പോണൻസിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും പഠിക്കുക. ആ ഫുഡിനകത്ത് ഒളിപ്പിച്ചിരിക്കുന്ന എനർജിയെ എങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നതിനെ എങ്ങനെ റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ് റെസ്പിറേഷൻ. അപ്പോൾ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് റെസ്പിറേഷൻ. ഫൈനലി പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അവിടെ ശരിക്കും എന്താ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ഹോർമോൺസും ആവശ്യമാണ് പ്ലാന്റ്സിന്. ഏതൊക്കെ ഹോർമോൺസ് ഏതൊക്കെ തരത്തിൽ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ടിവിറ്റി. ഇത്രയുമാണ് ശരിക്കും ഇതിൻ്റെ ചാപ്റ്റേഴ്സും അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മളിന്ന് എന്തൊക്കെയാണ് ശരിക്കും നോക്കിയത്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമായിരുന്നെന്ന്. ശരിക്കും നിങ്ങളെ ഒന്ന് ഫെമിലിയർ ആക്കണം. എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ ഒന്ന് ഫെമിലിയർ ആക്കുക. എത്ര ചാപ്റ്റേഴ്സ്, എന്താണ് ശരിക്കും ബോട്ടണി എന്നുള്ളതും ആ +1 കടക്കുമ്പോൾ അതൊരു ഐഡിയ വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണെന്ന് വേർതിരിച്ചറിയണ്ടേ. പെട്ടെന്നൊന്ന് ബോട്ടണി സുവോളജി എന്ന് പറഞ്ഞ ക്ലാസ് ആകുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറഞ്ഞു തന്നാണ്. അപ്പോൾ ബയോളജി എന്നുള്ള ഒരു സെക്ഷനായിട്ടാണ് നിങ്ങൾ പഠിച്ചിരുന്നത് 10th വരെയും. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ പ്ലാന്റ്സിനെ കുറിച്ചും പഠിച്ചിരുന്നു, അനിമൽസിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നതാണ് 10th. പക്ഷെ +1 +2 വരുമ്പോൾ അത് 2 പാർട്ടായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യണം. അവിടെ ശരിക്കും പ്ലാന്റ്സിനെ കുറിച്ചൊരു ബ്രാഞ്ചായിട്ട് മാറുകയാണ്, അനിമൽസിനെ കുറിച്ചൊരു ബ്രാഞ്ചായിട്ട് മാറുകയാണ്. അപ്പോൾ പ്ലാന്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ശരിക്കും ബോട്ടണി, അനിമൽസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് സുവോളജി. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതെല്ലാം ആരെ കുറിച്ചിട്ടാണ്, പ്ലാന്റ്സ്. സോ സബ്ജക്റ്റ് എന്തായിരിക്കും നമ്മുടെ ബോട്ടണി. അപ്പോൾ ബോട്ടണിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ബോട്ടണിയിൽ തന്നെ നമുക്ക് എത്ര ചാപ്റ്റർ പഠിക്കാനുണ്ട് എന്നുള്ളൊരു സമ്മറി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ശരിക്കും ആ ഐഡിയ വേണം, ആ ഐഡിയയോടുകൂടി വേണം നമ്മൾ കയറാൻ. ശരിക്കും 11 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ 11 ചാപ്റ്റർ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഒരു ബേസ്, നിങ്ങളുടെ ബേസ് ആണ് ഈ ചാപ്റ്ററുകളെല്ലാം. എല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ളത് തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ 8th തൊട്ട് 10th വരെ പഠിച്ചിട്ടുള്ള, എവിടെയൊക്കെയോ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ശരിക്കും 11 ചാപ്റ്ററിനകത്തും അടങ്ങിയിരിക്കുന്നത്. അപ്പം അതിൽ കുറച്ച് ഒരു വലിയ ക്ലാസ് ആകുമ്പോൾ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വരുന്നത്. സോ ബേസ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റേഴ്സിനെ ഡീറ്റെയിൽ ആയിട്ട് മാത്രമാണ് ഈ സെക്ഷനകത്ത് അല്ലെങ്കിൽ +1 നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ശരിക്കും എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ളത്. ശരി, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.